ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പുതിയ ബോട്ടിൽ കണ്ടോ, മനോഹരമായ ബോട്ടിൽ നമ്മുടെ ഫെയർനെസ് ക്രീം വന്നേക്കുവാണ്. കണ്ടോ, നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ബോട്ടിൽ ഇറങ്ങാൻ, ക്രീം ഇറക്കുവാൻ കഴിഞ്ഞാൽ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് മൂവിങ് ഫാസ്റ്റ്. നിങ്ങളതിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചതിനൊക്കെ ഒത്തിരി നന്ദി. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നേക്കണേ. കുറേ പേരൊക്കെ ഈ ക്രീം മേടിച്ചു. ഐ എം വെരി ഹാപ്പി. നിങ്ങളെ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ മാവേലി നിറയെ മാങ്ങ കാച്ചിരിക്കുക കണ്ടോ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കോളൂ, കണ്ടോ, നിറയെ മാവ് കാച്ചു കിടക്കുക, മാങ്ങ കാച്ചു കിടക്കുക. അതുകൊണ്ട് നിറയെ കിളികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതുവരെ ഇത് കാണിച്ചു തരാം. കാണാൻ പറ്റില്ലെന്നാണ് തോന്നണേ. ഓക്കെ, അപ്പം നമുക്ക് ക്രീമിലേക്ക് വരാം. ഓക്കെ, ക്രീമിനെ നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഹെയർ ഓയിൽ എങ്ങനെ നിങ്ങൾ സ്വീകരിച്ചു അതുപോലെ തന്നെ ഞാൻ മുടി കാണിച്ചു തരുവാണ്. കണ്ടോ മുടി, ഞാനൊരു എന്താ പറയുക, നാച്ചുറൽ ഡേയുടെ കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് ഉടനെ നിങ്ങൾക്ക് ചെയ്തു തരാം. ആദ്യം നമ്മുടെ ക്രീം നല്ലതായിട്ട് പോട്ടെ. നല്ലോണം പോകേണ്ട ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളതിനെ സ്വീകരിച്ചതിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ബിക്കോസ് അത്രയും ഞാനിപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോണേ. നമ്മുടെ ഈ ക്രീം ആക്ച്വലി എല്ലാ കാര്യത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു 2 ആഴ്ച ആകുമ്പോഴേ, ഇന്നലെ ഞാൻ ഒരു സിസ്റ്ററെ ഞാൻ വഴി വെച്ച് കാണാനിടയായി. അപ്പോൾ അവരോട് ഞാനിങ്ങനെ ചോദിച്ചു, എങ്ങനെയുണ്ട് ക്രീം ഇട്ടിട്ട്? വളരെ നന്നായിട്ടുണ്ട് സിസ്റ്ററെ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് അത് അത്രയും എന്താ പറയുക, അത്രയും റിസൾട്ട് തരുന്ന ഒരു ക്രീമാണ്. നിങ്ങൾക്കത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പലരും എന്നോട് വാങ്ങിയിട്ട് മെസ്സേജ് ചെയ്തു, മാഡം ഇത് നല്ല നിറം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, യു വിൽ ബിക്കം ഫെയർ. എന്താ പറയുക, നിങ്ങൾ നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ്നെസ്സും നല്ലതായിട്ട് ഫെയർ ആവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ മെഡിക്കൽ സൈഡാണ് ഞാൻ പറയാൻ പോണേ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് ഇപ്പോൾ ഒരു മുട്ടുവേദനയോ കൈവേദനയോ എവിടെയെങ്കിലുമൊക്കെ തട്ടിയിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും മസിൽ പെയിൻസ് പോലെ വരുവാണെങ്കിൽ ബാമിൻ്റെ എഫക്റ്റ് ഈ ക്രീം തരും കേട്ടോ. അത് നിങ്ങൾ കയ്യിലിങ്ങനെ ആ ക്രീം എടുത്തിട്ട് നല്ലോണം റബ്ബ് ചെയ്യുക കൈ വെച്ച്. എനിക്കിപ്പോൾ മറ്റേ കൈ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ, അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്ത. നല്ലോണം റബ്ബ് ചെയ്തിട്ട് ആ പെയിൻ വന്ന ഭാഗത്ത് നിങ്ങൾ പുരട്ടുവാണെങ്കിൽ ആ പെയിൻ മാറും. ദാറ്റ് ഈസ് അതിൻ്റെ ഒരു വലിയ മെഡിസിനലായിട്ടുള്ള ഗുണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരണേ. പിന്നെ ഈ കുട്ടികൾക്ക് വട്ടച്ചൊറി, കാലിൻ്റെ താഴെയൊക്കെ, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ കളിക്കാനൊക്കെ പോകുമ്പം, ഞാൻ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ മുട്ടിൻ്റെ താഴെ എപ്പോഴും ഇങ്ങനെ മുറിവ് പോലെയൊക്കെ വരും. മീൻസ് എന്താണ് പറയണേ, വട്ടച്ചൊറി അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ചുണ്ട് ഇങ്ങനെ എന്താ പറയുക, ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടുന്ന ഒരു ഇതൊക്കെ വരത്തില്ലേ, ചുണ്ടിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് സൈഡ്സ് അവിടെയൊക്കെ നമുക്കിങ്ങനെ വീണ്ടും കീറുകയെന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ വരത്തില്ലേ, അതിനൊക്കെ നല്ലതാണ്. പിന്നെ കാലിൻ്റെ ഫുട്ടിൻ്റെ ബാക്കിൽ വരുന്ന ക്രാക്സ്, ചുണ്ടിലെ ക്രാക്സ്, സ്കിൻ, ഞാൻ ഇന്നലെ മെനഞ്ഞ ബസ്സിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ക്രീമിൻ്റെ പുറകെ ഓടി കുറേ ട്രാവൽ ചെയ്യുന്നുണ്ട് സിറ്റിയിലേക്ക്. അപ്പോൾ ബസ്സിൽ അടുത്തിരുന്ന ഒരു സിസ്റ്ററിനോട് ഞാനിങ്ങനെ ചോദിച്ചു, എന്താ കൈ ഇങ്ങനെ ഇരിക്കണേ, ഭയങ്കര ഡ്രൈ ആയിട്ട്. അതിങ്ങനെ അവർ ഒരു വയസ്സായ ഒരു അമ്മയെ നോക്കണേ ഒരു സിസ്റ്ററാണ്. അവർ പോയി വരികയാണ് സിറ്റിയിൽ, ഭയങ്കര ക്രാക്ഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്രീമുണ്ട്, ഇത് ആയുർവേദിക് ക്രീമാണ്, നിങ്ങൾ യൂസ് ചെയ്യൂ, നിങ്ങൾക്ക് ഉടനെ റിസൾട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവരെന്നോട് വാങ്ങാനിരിക്കുക. ഞാൻ നമ്പറൊക്കെ എടുത്തു. അപ്പോൾ അതിനും നല്ലതാണ്. അതുപോലെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, പിഗ്മെൻറ്റേഷനും മാറാൻ ഭയങ്കര റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ്. എൻ്റെ പിഗ്മെൻറ്റേഷൻ വന്നപ്പോൾ ഞാൻ യൂസ് ചെയ്ത കൂട്ടാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു.
പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് സൺ ടാൻ അടിച്ചിട്ട് ഭയങ്കര സ്കിന്ന് ബ്ലാക്കായിട്ട് വരും ഇങ്ങനെ 2 സൈഡിലും. അതിനൊക്കെ നല്ലതാണ്. ഓൺലി തികച്ച് നിങ്ങൾ ഈ ക്രീം ഇട്ടിട്ട് വെയിൽ കൊള്ളരുതെന്നുള്ള ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഇത് മെഡിസിനൽ വാല്യൂ ഉണ്ട്. നമുക്ക് മുഖത്ത് നല്ല ഫെയർ ആക്കും, ബ്രൈറ്റ്നെസ് തരും, നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യും, സ്കിൻ ഗ്ലോ തരും. പിന്നെ ആരോ ചിലർ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര കാലം ഉപയോഗിക്കുമ്പോൾ ആ റിസൾട്ട് വരും. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വരും. കാര്യം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ക്രീമിൽ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ബോട്ടിൽ ഞാൻ ഉണ്ടാക്കിയത്. ഇങ്ങനൊരു ബോട്ടിൽ, കാര്യം അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ അപ്പിയറൻസ് കണ്ടോ. അപ്പോൾ അതിനുള്ളിലുള്ള സാധനത്തിൻ്റെ ക്വാളിറ്റി തന്നെ നമുക്കൊരു ബോട്ടിൽ ഇറക്കുവാൻ കഴിഞ്ഞു. അത് വലിയൊരു കൃപയാണ് ദൈവത്തിൻ്റെ. അപ്പം ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഭംഗി, അതുപോലെ ക്വാളിറ്റിയിലും ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കണത്. നമ്മുടെ ഹെയർ ഓയിലാണെങ്കിലും ഈ ക്രീമാണെങ്കിലും. ഇനി ഇത് ലിപ് ബാം വരുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കണ നാച്ചുറൽ ഡേ ആണ് ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉടനെ വരുന്നതായിരിക്കും. ഷാമ്പു ഉടനെ എത്തും. ബിക്കോസ് ഞാനത് എൻ്റെ കാര്യങ്ങളിലേക്ക് എത്താൻ എനിക്ക് ചില ദിവസങ്ങളെടുക്കും. അത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾക്ക്. നിങ്ങളുടെ ഈ മുടിയുടെ ഇഷ്യൂസ് എല്ലാം മാറാൻ ഈ ഹെയർ ഓയിൽ തേച്ചിട്ട് നിങ്ങൾക്ക് കഴുകാനായിട്ടുള്ള മൈൽഡ് ആയുർവേദിക് ഷാമ്പു ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം കേട്ടോ. ചിലർ ചോദിച്ചൊരു സംശയമാണ്, ഈ ക്രീം എപ്പോഴൊക്കെ പുരട്ടണം? നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും പുരട്ടാം, ഓക്കെ. പക്ഷെ നിങ്ങൾ വെയിൽ കൊള്ളരുത്, അതാണ് ഞാൻ പറഞ്ഞ കാര്യം. കഴിയുന്നതും നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കുന്ന വീട്ടമ്മമാരാണ്, നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഇത് പുരട്ടിയിട്ട് നിൽക്കാം. അല്ലെങ്കിൽ വൈകുന്നേരം ഇത് പുരട്ടിയിട്ട് രാത്രി കിടന്നുറങ്ങി രാവിലെ വാഷ് ചെയ്യുന്നെങ്കിൽ വാഷ് ചെയ്യാം. ഇല്ലെങ്കിൽ വാഷ് ചെയ്യുവാണെങ്കിൽ പോലും നിങ്ങൾ കെമിക്കലായിട്ടുള്ള ഒന്നും വെച്ച് വാഷ് ചെയ്യരുത്. ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആയുർവേദിക് ഫേസ് വാഷൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് വാഷ് ചെയ്യുക, ഓക്കെ. ഒരിക്കലും കെമിക്കൽ യൂസ് ചെയ്യരുത്. കാരണം നമ്മൾ കുങ്കുമപ്പൂ, ബദാം, ജോജോബ ഓയിൽ, കോക്കനട്ട്, ഈ വാക്സ്, പിന്നെന്താണ് നമ്മൾ വേറെ കസ്തൂരി മഞ്ഞൾ, ഇതൊക്കെ ചേർത്തിട്ട് ഇത്രയും നല്ലൊരു ക്രീം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് കെമിക്കൽ വെച്ച് വാഷ് ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ വട്ടച്ചൊറിക്ക്, സ്കിന്നിലെ എല്ലാ ടൈപ്പ് സ്കെയിലിംഗ് ആയിട്ട് വരുന്ന പ്രോബ്ലം, പിഗ്മെൻറ്റേഷൻ, മുഖത്ത് വരുന്ന ആക്നെ, മുഖത്ത് കറുത്ത കുത്ത് ഒക്കെ വരത്തില്ലേ, അതെല്ലാം ഇത് മാറ്റും കേട്ടോ. പിന്നെ ഇത് ബാമായിട്ട് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഫേസിൽ പുരട്ടരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. 6 വയസ്സിന് താഴെ. അവരുടെ കാലുകളിൽ കൈകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുരട്ടിക്കോളൂ, അത് പ്രശ്നമില്ല. ഫേസ് എപ്പോഴും കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിരിക്കും കുഞ്ഞുങ്ങളുടെ, അതുകൊണ്ടാണ്. ബാക്കി കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്രീം കൊണ്ട് നിങ്ങൾക്കൊരു ടോട്ടൽ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ ആവുകയാണ്. എന്താ പറയുക, മെഡിസിനൽ വാല്യൂ ഉണ്ട്, നമ്മൾ ഫെയർനെസ് തരും, സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലവും മാറ്റും. നിങ്ങൾക്ക് ബോഡി ലോഷനായിട്ട് കൈകളും കാലുകളിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഓക്കെ. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു സഹോദരി ചോദിച്ചിരുന്നു, മാഡം എന്താ പറയുക, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ചു. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ബിക്കോസ് ഞാൻ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അയക്കുന്നത്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ആ സ്ക്രീൻഷോട്ട് ആരോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, സ്ക്രീൻഷോട്ട് ബിസിനസ് അക്കൗണ്ടിൽ ഇട്ടു. ബിസിനസ് അക്കൗണ്ടിൽ ഇടരുത്. കാര്യം ഈ പ്രോഡക്റ്റും ഹെർബൽ ഹെയർ ഓയിലും ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെയാണ് അയക്കണേ. അപ്പോൾ എനിക്ക് ആ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് പേഴ്സണൽ മെസ്സേജിൽ വന്നാലാണ് എനിക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുക കേട്ടോ. അപ്പം ബിസിനസ് അക്കൗണ്ടിൽ ഇടരുത്, എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക. പിന്നെ എന്താണ് സംശയം? പലരുടെയും ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, മനസ്സിലായില്ലേ? എനിക്കിത് അപ്ലൈ ചെയ്താൽ എൻ്റെ ഫേസിന്
എന്താ പറയുക ഫെയർനെസ് വരും, എൻ്റെ സ്കിന്നിലെ എല്ലാ പ്രോബ്ലംസും മാറും, എല്ലാ എന്താ പറയുക ഡ്രൈനെസ് മാറും, ആക്നെ സ്പോട്ട്സ് എല്ലാം മാറും എന്നൊരു കോൺഫിഡൻസ് നമ്മുടെ മൈൻഡിൽ വരണം. നമ്മുടെ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ക്രീം പുരട്ടുമ്പോഴാണ് നമുക്ക് എഫക്റ്റ് വരുന്നത്. മറ്റേത് നമ്മൾ ഈ നെഗറ്റീവ്സ് എല്ലാം കൂടി ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് കാര്യം, ഈ ക്രീമിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ ചെയ്താൽ അത് സക്സസ്ഫുൾ ആവത്തില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൈൻഡ് സെറ്റ് നല്ലതായിരിക്കണം. നമ്മൾ എല്ലാ കാര്യത്തെയും പോസിറ്റീവ് മൈൻഡോട് കൂടി കാണാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ലിസ മാഡത്തിൻ്റെ ചാനലിൻ്റെ താഴെ ഞാനിടുന്ന ഓരോ വീഡിയോൻ്റെ ലിങ്ക് ഇട്ടേക്കാം. മാഡത്തിൻ്റെ ക്രീമും നിങ്ങൾ വേഗം വാങ്ങുക. ആ ക്രീമും അതിന് ഫുൾ മെഡിസിനൽ വാല്യൂ ആണ് ഉള്ളത്. അത് നിങ്ങളെല്ലാവരും വാങ്ങിയെന്ന് എനിക്കറിയാം. അത് ഇനിയും ഓർഡർ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ അത് വളരെ ഉപകാരമായിരിക്കും. മാഡത്തിൻ്റെ ക്രീമും മെഡിസിനൽ ഫുൾ എല്ലാ മെഡിസിനൽ എഫക്റ്റും അതിനകത്തുണ്ട്. ഇതിനകത്ത് അത് പ്ലസ് ഫെയർനെസ്, ഒരു നിങ്ങളുടെ സ്കിന്നിൻ്റെ ഗ്ലോയിങ് കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. കരയിനകത്ത് കുങ്കുമപ്പൂവ്, കസ്തൂരി മഞ്ഞൾ എല്ലാം ചേർത്തിട്ടുണ്ട്. മറ്റേതിൽ കസ്തൂരി മഞ്ഞളും ബി വാക്സ് ക്രീമും കോക്കനട്ട് ഓയിലുമാണ് ഉള്ളത്. ഇത് കുറച്ചുകൂടെ നിങ്ങളുടെ സ്കിന്ന് നറിഷ് ചെയ്യും. അപ്പോൾ 2 ക്രീമും നിങ്ങൾ വാങ്ങിക്കുക. 2 ക്രീമും നിങ്ങൾ എന്താ പറയുക, മറ്റേത് രാവിലെ പുരട്ടിയിട്ട് ഇത് വൈകിട്ട് പുരട്ടിയാലും മതി, അങ്ങനെ ചെയ്താലും മതി. രണ്ടും നിങ്ങൾക്ക് ഒരേ എന്താ പറയുക, അത് നിങ്ങളുടെ മെഡിസിനൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ സ്കിന്നെ ഗ്ലോ ആകാനും ബ്രൈറ്റൻ ചെയ്യാനും ഉപയോഗിക്കാം കേട്ടോ. മറ്റേതിലും കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഫെയർനെസ് വരും. ഇത് കുറച്ചും കൂടെ ആൻറ്റി ഏജിങ് ക്രീം ആൻഡ് ഫെയർനെസ് ക്രീം എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, പിന്നെ വേറെ എന്താണ് നിങ്ങളുടെ സംശയങ്ങൾ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാം. ഞാനതൊരു വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം ഒത്തിരി ഓട്ടത്തിലാണ്. ഈ ക്രീമിൻ്റെ ബോട്ടിൽ, ഷാമ്പൂവിൻ്റെ ബോട്ടിൽ ഇറക്കണമായിരുന്നു, ലിപ് ബാമിൻ്റെ ബോട്ടിൽ ഇറക്കണമായിരുന്നു, പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ 300 rupees ആയിരിക്കണം ഇവിടെയൊക്കെ. അപ്പം അതൊരു കുറച്ച് നമുക്ക് എന്താ പറയുക, അങ്ങനെ കുറച്ച് കിട്ടണ സ്ഥലമായിട്ടൊന്നും ഇതുവരെ കണ്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിൽ വിൽക്കണം. മാഡത്തിൻ്റെ ക്രീമും അതുകൊണ്ടാണ് ഇച്ചിരി റേറ്റ് കൂട്ടിയത്. കാരണം അല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരുപാട് ക്യാഷ് ഇതിൻ്റെ പുറകെ നമ്മൾ അത് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പ്രോഫിറ്റ് വേണ്ടേ അല്ലേ? നമുക്കതൊരു എന്താ പറയുക, ഒരു വരുമാന മാർഗം കൂടിയാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്കിന്ന് ഇത്രയും ഭംഗിയാക്കി വില കൂടിയ എന്താ പറയുക ക്രീംസ് ഒന്നും വാങ്ങി നിങ്ങളുടെ സ്കിന്ന് നശിപ്പിക്കാതെ നിങ്ങൾക്ക് ആയുർവേദ സാധനം യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കുക, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ എന്താണ് വേറെ സംശയങ്ങൾ? നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ് ചെയ്യേണ്ടത്, അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. തീർച്ചയായിട്ടും പറയാം, നമ്മൾ അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയറാണ്. പ്രൊഫഷണൽ കൊറിയർ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള പ്രൊഫഷണൽ കൊറിയറിലെത്തും. അവിടെ നിന്ന് നിങ്ങളെ വിളിക്കും, നിങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്യണം. കാര്യം നമുക്ക് പ്രൊഫഷണൽ കൊറിയറിൽ 50 rupees മാത്രമേ ചാർജ് ഈടാക്കണുള്ളൂ. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇനി എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടോ എന്ന് ഞാനിങ്ങനെ ഓർക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എനിക്ക് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ക്രീം കിട്ടിയിട്ട് അവർ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വേഗം മാഡം ക്രീം കിട്ടി, എന്താ സന്തോഷം. അതാണ് നമ്മുടെ ആ ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്രീം ഉണ്ടാക്കിയത്. ആ സന്തോഷം അവർക്ക് ലഭിക്കുമ്പം കിട്ടണ ആ ഒരു മെസ്സേജ് എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുന്ദരമായിട്ടിരിക്കുക. വയസ്സായവർക്കും നിങ്ങളുടെ ഒന്നും ഏജ് ഒന്നും ഒരു കാര്യമല്ല, ഇറ്റ്സ് എ നമ്പർ. സോ നിങ്ങളുടെ ഏത് ഏജുകാരും ഇത് യൂസ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, ഹെയർ ഓയിലും ഫെയർനെസ് ക്രീമും മാഡത്തിൻ്റെ ക്രീമും എല്ലാം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഒരു ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോയി. ഞാൻ എൻ്റെ പിഗ്മെൻറ്റേഷൻ്റെ ടെസ്റ്റ് വേണ്ടി ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊരു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. രണ്ട് ചീക്സിലും എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ട്സ് വന്നു, പാച്ചസ് പോലെ വന്നു. അപ്പം അവർ പറഞ്ഞത് ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നാണ്. എല്ലാവരും എന്നോട് പറഞ്ഞു ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കും. ലേസർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ
എന്താ പറയുക 5,000-6,000 റുപ്പീസൊക്കെയാണ്. അതിലും എബവ് ആണ് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയണത്. എന്നിട്ട് ഹസ്ബൻഡ് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പോയി ഒരു ഡെമറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ കൺസൾട്ടേഷൻ ഫീ നല്ലൊരു ഫീ, പിന്നെ അത് അവർ എഴുതി തന്ന ക്രീം പുരട്ടി, ക്രീമിൻ്റെ വിലയാണെങ്കിൽ എബവ് 4,000 ആണ് ഓരോ ക്രീമും. ആ ക്രീം പുരട്ടിയിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇങ്ങനൊരു കൂട്ട് മുഖത്ത് തേച്ചപ്പോഴാണ് ആ ഫുള്ളി പിഗ്മെൻറ്റേഷൻ മാറിയത് കേട്ടോ. അപ്പം നമ്മൾ വെറുതെ അലോപ്പതി പോയി നമ്മുടെ കാശ് കളയണ്ട. നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താ പറയുക ഡൗട്ട്സിൻ്റെ എല്ലാം ക്ലിയർ ചെയ്ത് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ആൾ. എല്ലാവരെയും വാങ്ങിയ എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും വാങ്ങാത്തൊരു വേഗം ഈ ക്രീമും ഹെർബൽ ഹെയർ ഓയിലും മാഡത്തിൻ്റെ ക്രീമും വേഗം നിങ്ങൾ വാങ്ങും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ ബൈ.